യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ EVSലെ 6th ചാപ്റ്ററായ മാർവൽസ് ഓഫ് സ്കൈ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മാർവൽസ് ഓഫ് സ്കൈ? അപ്പോൾ എന്താണ് ആകാശം അല്ലേ? സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം അല്ലേ? അപ്പോൾ ആകാശ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി ഫസ്റ്റ്, കടലിനപ്പുറമെങ്ങോ പോയി സൂര്യൻ താണുമറയുമ്പോൾ മാനത്തമ്പിളി പൂത്തു വിടർന്നു ചുറ്റും താരകൾ മിന്നുന്നു. പാട്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ? കടലിൻ്റെ അപ്പുറം എവിടെയോ പോയിട്ട് എന്താണ് സൂര്യൻ താണു മറിയാണ് അല്ലേ? അപ്പം മാനത്ത് അമ്പിളി എന്താണ് അപ്പോൾ പൂത്ത് വിടരും അല്ലേ? സൂര്യൻ താണു മറിയുമ്പോൾ എന്താണ് മാനത്ത് അമ്പിളി പൂത്ത് വിടരുകയാണ് അല്ലേ? ചുറ്റും എന്താണ് മാനത്ത് അമ്പിളിൻ്റെ കൂടത്തെ ചുറ്റും എന്താ വരുന്നത്? താരകൾ മിന്നുകയാണ് ചെയ്യുന്നത് അല്ലേ? താരകൾ എന്ന് പറഞ്ഞാൽ എന്താ? നക്ഷത്രങ്ങൾ അല്ലേ? നക്ഷത്രങ്ങൾ മിന്നുന്നു, അതാണ് ഈ പാട്ട് അല്ലേ? അപ്പം നോക്കൂ, നമ്മൾ രാത്രി എന്താക്കിയ ആകാശത്തുള്ള എന്തൊക്കെയാണ്? സ്റ്റാർസ് ഉണ്ട്, മൂൺ ഉണ്ട് അല്ലേ? ഹാവ് യു ഒബ്സർവ് ദ സ്കൈ അറ്റ് നൈറ്റ്? രാത്രി കാലങ്ങളിൽ നിങ്ങൾ എന്താണ് ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? വാട്ട് ആർ ദ സൈറ്റ്സ് ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ സ്കൈ ഡ്യൂറിങ് നൈറ്റ്? ഇനി എന്തൊക്കെ കാഴ്ചകളാണ് ഈ രാത്രിയിൽ നിങ്ങൾ ആകാശത്ത് കാണുക? എന്തൊക്കെ കാഴ്ചകളാണ്? നമുക്ക് അവിടെ എന്താ മൂണിനെ കാണാം, പിന്നെ സ്റ്റാറിനെ കാണാം അല്ലേ? നല്ല ഭംഗി, ഒരുപാട് സ്റ്റാർ മിന്നി തിളങ്ങുന്നുണ്ടാവും അല്ലേ ചില രാത്രികളിൽ അല്ലേ? അതായത് നമ്മൾ ഈ ഇതൊന്നും ഇല്ലാത്ത അന്ന്, മഴമേഘങ്ങളൊന്നും ഇല്ലാത്ത അന്ന് രാത്രി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആകാശത്ത് എന്താണ് സ്റ്റാർ കാണാം, പിന്നെ അതുപോലെ മൂണൊക്കെ കാണാം അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ദ സൈറ്റ് ഇൻ ദ സ്കൈ ഡ്യൂറിങ് ഡേ ടൈം? അപ്പം ഇപ്പോൾ രാത്രി ഇങ്ങനെ കാണുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ പകൽ നിങ്ങൾ എന്താണ് ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ കാണുക? നീലാകാശവും കാണും, പിന്നെ സണ്ണിനെയും കാണും അല്ലേ? വേറെ ഒന്നും കാണില്ലല്ലോ. അപ്പോൾ ഈ പകൽ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണാത്തത്? പകൽ നമ്മൾ സൂര്യൻ്റെ വെളിച്ചത്തിൽ എന്താണ് കാണൂല അല്ലേ? അപ്പോൾ പകലും ആ സംഭവങ്ങൾ അവിടെ ഉണ്ട് അല്ലേ? സൂര്യൻ പോയി മറയുമ്പോഴാണ് എന്താവുന്നത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ? ഇൻ വിച്ച് ഡിറക്ഷൻ ക്യാൻ ദ സൺ ബി സീൻ ഇൻ ദ മോർണിംഗ്? രാവിലെ ഏത് ഡയറക്ഷനിലാണ് ഈ സണ്ണുള്ളത്? ഈസ്റ്റിൽ അല്ലേ? ഈസ്റ്റിലല്ലേ? അപ്പോൾ EAST അല്ലേ? അപ്പോൾ ഈസ്റ്റ് അല്ലേ? EAST, ഈസ്റ്റിലാണ് നമ്മൾ എന്താക്കുന്നത്? രാവിലെ സണ്ണിനെ കാണുന്നത് അല്ലേ? ഈവനിങ്ങിലോ? ഈവനിങ്ങിൽ വെസ്റ്റിൽ അല്ലേ? വെസ്റ്റിൽ, WEST, വെസ്റ്റ് അല്ലേ? വാട്ട് ആർ ദ സ്ഫെറിക്കൽ ബോഡീസ് സീൻ ഇൻ ദ സ്കൈ? എന്തൊക്കെ സ്ഫെറിക്കൽ ബോഡീസാണ് നിങ്ങൾ ആകാശത്ത് കാണുക? മൂണിനെ കാണും, സ്റ്റാറിനെ കാണും അല്ലേ? അപ്പോൾ മൂൺ MOON, മൂണ്, സ്റ്റാർ STAR അല്ലേ? സ്റ്റാറിന് കാണും അല്ലേ? പിന്നെ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇൻ വിച്ച് വി ലിവ്? നമ്മൾ ജീവിക്കുന്ന ഈ എർത്ത് ഉണ്ടല്ലോ, നമ്മൾ താമസിക്കുന്ന എർത്ത് ഏത് ഷേപ്പിലാണ്? റൗണ്ട് ഷേപ്പ് അല്ലേ? സ്ഫെറിക്കൽ ഷേപ്പ്. ഓക്കെ, ഇനി ഡസ് ദ എർത്ത് മൂവ് ചെയ്യുന്നുണ്ട് എർത്ത്? യെസ് അല്ലേ? ഹൗ ഡസ് ദ എർത്ത് മൂവ്? എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എർത്ത് എങ്ങനെ മൂവ് ചെയ്യുന്നത്? ചുറ്റിയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് യു ഓൾറെഡി നോ ഹൗ ഡേ ആൻഡ് നൈറ്റ് ഒക്കർ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് പകലുണ്ടാവുന്നത്, എങ്ങനെയാണ് രാത്രി ഉണ്ടാവുന്നത് എന്നുള്ളത് എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എർത്ത് മൂവ്സ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ഓൾസോ മൂവ്സ് അറൗണ്ട് ദ സൺ അല്ലേ? എർത്ത് എന്താണ് അതിൻ്റെ ആ ആക്സിസിൽ സ്വന്തം കറങ്ങുന്നുണ്ട് അല്ലേ? എന്നിട്ട് എന്താണ് സ്വന്തം കറങ്ങുന്നതോടൊപ്പം തന്നെ എന്താണ് സണ്ണിനെ ചുറ്റുന്നുമുണ്ട് അല്ലേ? അപ്പോൾ എർത്ത് എന്താണ്? എർത്ത് മൂവ്സ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് അല്ലേ? എർത്ത് എന്താണ് അതിൻ്റെ ആക്സിസിൽ കറങ്ങുന്നുണ്ട്. പോരാത്തത് എന്താണ്? അത് കറങ്ങിക്കൊണ്ട് എന്താണ് സൂര്യനെ ചുറ്റുന്നുണ്ട് അല്ലേ? അതാണ് പറയുന്നത് എർത്ത് മൂവ്സ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ഓൾസോ മൂവ്സ് അറൗണ്ട് ദ സൺ. ഓക്കെ, ഡസ് ദ മൂൺ മൂവ് ലൈക്ക് ദ എർത്ത്? അപ്പോൾ മൂണും അതുപോലെ എന്താണ് എർത്ത് പോലെ ചുറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ചുറ്റുന്നുണ്ട് അല്ലേ? നോക്കാം നമുക്ക്. ലെറ്റ് us understand the movement of the earth around the sun and movement of the moon around the earth by observing the figure given below അല്ലേ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എർത്തിൻ്റെ മൂവ്മെൻറ്റ്, സണ്ണിനെ ചുറ്റും എർത്തിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ എന്താണ് എർത്തിൻ്റെ ചുറ്റിലുള്ള മൂണിൻ്റെ മൂവ്മെൻറ്റും എങ്ങനെയാണെന്ന് നോക്കിയാൽ ചിത്രത്തിൽ നോക്കിയാൽ എങ്ങനെ വരുന്നത്? ഇത് നോക്കൂ, ഇത് സണ്ണ് അവിടെ അനങ്ങാതെ നിൽക്കുകയാണ് അല്ലേ? എർത്ത് ഇതങ്ങനെ സ്വയം കറങ്ങുന്നുമുണ്ട്. എന്നിട്ട് എന്താണ് ഈ സൂര്യൻ എങ്ങനെ ചുറ്റുന്നുമുണ്ട് അല്ലേ? അതിൻ്റെ വഴിയിലൂടെ മാത്രമേ ചുറ്റുള്ളൂ കേട്ടോ, ഈ റൗണ്ടിലൂടെ മാത്രമേ എന്താക്കുള്ളൂ ഈ എർത്ത് സൂര്യനെ ചുറ്റുള്ളൂ അല്ലേ? അതുപോലെ എന്താണ് എർത്തിന് ചുറ്റും ആരാ കറങ്ങുന്നത്? മൂണ് അല്ലേ? മൂണ് എന്താണ് ഇതുപോലെ ഈ സണ്ണിനെ എർത്ത് ചുറ്റുന്നത് പോലെ എർത്തിനെ മൂണും ചുറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ
കണ്ടക്ട് എ റോൾ പ്ലേ വിത്ത് യുവർ ക്ലാസ്മേറ്റ് ടു ഡെമോൺസ്ട്രേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൂൺ അറൗണ്ട് ദ എർത്ത്. ഇനി നിങ്ങൾ എന്താക്കുക, ഒരു ക്ലാസ്മേറ്റ് ആയിട്ട് എന്താ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ, ഈ ഇവിടെ സണ്ണായിട്ട് ഒരാൾ നിൽക്കുക, എർത്തായിട്ട് വേറൊരാൾ നിൽക്കുക, മൂണായിട്ട് വേറൊരാൾ നിൽക്കുക. അപ്പോൾ എർത്ത് ഇങ്ങനെ സ്വയം കറങ്ങുകയും ചെയ്യുക, എർത്തായി നിൽക്കുന്ന ആൾ സ്വയം കറങ്ങുകയും ചെയ്യുക, ഈ മൂണ് ഈ എർത്തിന് ചുറ്റും കറങ്ങുകയാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഈ എർത്ത് സ്വയം കറങ്ങുന്നതോടൊപ്പം ഈ സണ്ണിനെ ഇങ്ങനെ ചുറ്റും വേണം കേട്ടോ. സണ്ണായി നിൽക്കുന്ന ആളെ ഇത് ചുറ്റും വേണം. അപ്പോൾ മൂണും എർത്തിനെ ചുറ്റിയോണ്ട് ഇത് കറങ്ങണം കേട്ടോ. ഓക്കെ, കണ്ടക്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യുക, സ്കൂളിൽ നിന്ന് എന്താക്കുക ചെയ്യുക കേട്ടോ. ഇനി നോക്കിയാൽ ഈ ഭൂമി, അതായത് എർത്ത് സ്വയം കറങ്ങുന്നുണ്ടെന്ന് പറയില്ലേ, എന്താണ് എർത്ത് മൂവ് ഇറ്റ്സ് ഓൺ ആക്സിസ് എന്ന് പറഞ്ഞില്ലേ, അതിന് റൊട്ടേഷൻ എന്നാണ് പറയുക കേട്ടോ. എന്താണ് എർത്ത് സ്വന്തം കറങ്ങുന്നതിനെ എന്താണ് റൊട്ടേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അതുപോലെ ഈ എർത്ത് സ്വയം കറങ്ങുന്നതിനെ റൊട്ടേഷൻ എന്നും, അതുപോലെ എർത്ത് സണ്ണിനെ ചുറ്റുന്നതിനെ റെവല്യൂഷൻ എന്നും പറയും കേട്ടോ. എന്താണ് സ്വയം കറങ്ങുന്നതിനെ റൊട്ടേഷൻ എന്നും, അതുപോലെ സണ്ണിനെ ചുറ്റുന്നതിനെ റെവല്യൂഷൻ എന്നും പറയും. കണ്ടോ, ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് the movement of the earth in its own axis is called എന്താണ് റൊട്ടേഷൻ അല്ലേ. എന്താണ് the movement of the earth in its own axis is called rotation. അതുപോലെ എന്താണ് സെയിം തന്നെ അല്ലേ, the movement of the earth, രണ്ടും the movement of the earth തന്നെയല്ലേ. ഫസ്റ്റ് വരുന്നത് എന്താണ് around the sun in a fixed path അല്ലേ, around the sun in a fixed path ഈസ് കോൾഡ് എന്താണ് റെവല്യൂഷൻ എന്ന് പറയും കേട്ടോ. എന്താണ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് പാത്ത് ഈസ് കോൾഡ് റെവല്യൂഷൻ. ഈ എർത്തിൻ്റെ മൂവ്മെൻറ്റ് സണ്ണിനെ ചുറ്റുന്ന ഒരേ ഫിക്സഡ് പാത്തിലൂടെ കറങ്ങുള്ളൂ. ഓക്കെ, അതിൻ്റെ വഴിയിലൂടെ സണ്ണിനെ ചുറ്റുന്നതിൻ്റെ എർത്തിൻ്റെ മൂവ്മെൻറ്റിനെയാണ് എന്ത് പറയുക, റെവല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അതുപോലെ എന്താണ് ഈ ഇത് പറഞ്ഞാൽ എന്താണ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാലോ ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് എന്താണ് റൊട്ടേഷൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താണ് മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് എന്താണ് റൊട്ടേഷനും, ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് പാത്ത് ഈസ് കോൾഡ് റെവല്യൂഷൻ എന്നും പറയും കേട്ടോ. ഓക്കെ, മനസ്സിലായത്. സ്വന്തം കറങ്ങുന്നതിനെ റൊട്ടേഷൻ എന്നും, എർത്ത് സ്വയം കറങ്ങുന്നതിനെ റൊട്ടേഷൻ എന്നും, എർത്ത് എന്താണ് സണ്ണിനെ ചുറ്റുന്നതിനെ റെവല്യൂഷൻ എന്നും പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ കൺസ്ട്രക്ട് എ വർക്കിംഗ് മോഡൽ യൂസിങ് ബോൾസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ടു ഡെമോൺസ്ട്രേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൂൺ അറൗണ്ട് ദ സൺ. അപ്പോൾ നമുക്കൊരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുക, ബോൾ വെച്ചിട്ട് ഡിഫറെൻറ്റ് സൈസുള്ള, എന്നിട്ട് എന്താക്കുക ഡെമോൺസ്ട്രേറ്റ് കാണിക്കുക. എർത്തിൻ്റെ മൂവ്മെൻറ്റ്, അതായത് സണ്ണിനെ ചുറ്റുന്ന എർത്തിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ എർത്തിനെ ചുറ്റുന്ന മൂണിൻ്റെ മൂവ്മെൻറ്റും ആയിട്ടുള്ള ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇത് നോക്കി നമ്മൾ റൊട്ടേഷനും റെവല്യൂഷനും പഠിച്ചില്ലേ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമി സ്വയം കറങ്ങുന്ന, എർത്ത് സ്വയം കറങ്ങുന്നതിന് എന്താണ് റൊട്ടേഷൻ എന്ന് പറയും. ഈ എർത്ത് എന്താണ് സണ്ണിനെ ചുറ്റുന്നതിനെ റെവല്യൂഷൻ എന്നും പറയും കേട്ടോ. ദ ടൈം റിക്വയർഡ് ഫോർ വൺ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് 1 day. അപ്പോൾ ഇത് സ്വയം ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ പൊസിഷനിൽ എത്തുന്ന എന്താണ്, ഇപ്പോൾ നോക്കിയാൽ ഈ ചിത്രത്തിൽ എന്താ, ഇപ്പം ഈ ഭൂമി സ്വയം കറങ്ങുന്നില്ലേ. അപ്പോൾ ഭൂമി ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിങ്ങനെ സ്വയം ഇങ്ങനെ കറങ്ങി ഇവിടെ തന്നെ എത്തുമ്പോൾ എന്താണ് ഒരു ദിവസമാണ് പിടിക്കുന്നത് കേട്ടോ. 24 hour പിടിക്കുക. ഓക്കെ, 24 hour എന്താക്കുന്നത് ഈ ഇത് പിടിക്കുക. ഓക്കെ, 24 hour എന്താക്കുന്നത് ഈ ഇത് കറങ്ങുമ്പം ടൈം പിടിക്കുക. അപ്പം സ്വയം കറങ്ങുന്ന എവിടുന്നാണ് പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ആ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ നിന്ന് എന്താണ് അവിടേക്ക് എത്താൻ ഒരു ദിവസം 24 hour എന്താക്കുന്നത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആവാൻ ചെയ്യുന്നത്. ഓക്കെ, ദ ടൈം റിക്വയർഡ് ഫോർ ദ വൺ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് 1 day, 24 hours. ദെൻ എർത്ത് റിക്വയർസ് 1 year, 365 1/4 days ടു കംപ്ലീറ്റ് റെവല്യൂഷൻ. അപ്പോൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാനോ ഇപ്പോൾ ഭൂമി ഇതാ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി വിചാരിച്ചോ. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി ഇതാ ഇവിടെ എത്താൻ എത്രയാണ് 1 year പിടിക്കുക കേട്ടോ. 365 1/4 days ആണ് പിടിക്കുക. ഓക്കെ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 1/4 days ആണ്. ഓക്കെ, അപ്പോൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ആവാൻ 364 1/4 days പിടിക്കുന്നുണ്ട്, അതായത് ഒരു വർഷം പിടിക്കുന്നുണ്ട് കേട്ടോ. ഡേ ആൻഡ് നൈറ്റ് ഓൺ എർത്ത് ഈസ് ദ റിസൾട്ട് ഓഫ് ഇറ്റ്സ് റൊട്ടേഷൻ. അപ്പോൾ രാത്രിയും പകലും വരുന്നത് എന്താണ് അതിൻ്റെ റൊട്ടേഷൻ കാരണമാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് സോളാർ സിസ്റ്റം ആണ്. നോക്കൂ, സോളാർ സിസ്റ്റം എന്താ നോക്കിയേ, ഈ ചിത്രങ്ങൾ എന്താ കണ്ടോ, ഈ സണ്ണിന് ചുറ്റും എന്താണ് ഒരു കുറേ
ആൾക്കാരുണ്ട് അല്ലേ, കുറേ ആൾക്കാർ കറങ്ങുന്നുണ്ട് അല്ലേ. ആരൊക്കെയാണെന്ന് നോക്കിയേ, മെർക്കുറി കറങ്ങുന്നുണ്ട്. മെർക്കുറീൻ്റെ വഴിയിലാണ് കറങ്ങുന്നത് കേട്ടോ. അതുപോലെ വീനസിൻ്റെ വഴിയിലാണ് കറങ്ങുക. ഓക്കെ, അപ്പോൾ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ അല്ലേ. അപ്പോൾ 8 പ്ലാനറ്റ് എന്താക്കുന്നുണ്ട്, ഈ സണ്ണിനെ ചുറ്റുന്നുണ്ട് അല്ലേ. എല്ലാ പ്ലാനറ്റും എന്താണ്, അതിൻ്റെ ആ വഴിയിലൂടെ മാത്രമേ എന്താക്കുള്ളൂ, ചുറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വഴിയിലൂടെ മാത്രമേ എന്താക്കുള്ളൂ ഈ പ്ലാനറ്റ്, അതായത് പ്ലാനറ്റ് എന്ന് അതിനൊക്കെ പറയാം കേട്ടോ. അപ്പോൾ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഒക്കെ എന്താണ്, അതിൻ്റെ വഴിയിലൂടെ മാത്രമേ സണ്ണിനെ ചുറ്റുള്ളൂ കേട്ടോ. ജൂപ്പിറ്ററിൻ്റെ വഴിയാണിത്, ആ വഴിയിലൂടെ ജൂപ്പിറ്റർ ചുറ്റുള്ളൂ. അങ്ങനെ ഓരോരുത്തരുടെ വഴിയിലൂടെയാണ് സൂര്യനെ ചുറ്റുന്നത്. ഓക്കെ, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ എന്താ കാണുന്നത്? സണ്ണുണ്ട്, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, യുറാനസ്, നെപ്റ്റ്യൂൺ ഒക്കെ ഉണ്ട് അല്ലേ. വിച്ച് ആർ ദ സെലഷ്യൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ? അപ്പോൾ സണ്ണിനെ ചുറ്റുന്ന ഏതൊക്കെ സെലഷ്യൽ ബോഡീസാണ്? മെർക്കുറി എഴുതുക കേട്ടോ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ കേട്ടോ. ദെൻ വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഇൻ ദെയർ പാത്ത്? അതിൻ്റെ വഴിയുടെ പ്രത്യേകത എന്താണ്? ഓരോന്നിനും ഓരോ വഴികളാണുള്ളത് അല്ലേ. അപ്പോൾ ദ സെലഷ്യൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻഡെഫിനിറ്റ് പാത്ത് ആർ നോൺ ആസ് പ്ലാനറ്റ് അല്ലേ. അപ്പോൾ ഈ സെലഷ്യൽ ബോഡീസ് പറഞ്ഞാൽ ഈ ആകാശത്തുള്ള ഈ സാധനങ്ങളൊക്കെയാണ് സെലഷ്യൽ ബോഡീസ് അല്ലേ. ആ സെലഷ്യൽ ബോഡീസ് അതിൻ്റേതായിട്ടുള്ള വഴിയിലൂടെ സൂര്യനെ ചുറ്റുന്നതിനാണ് എന്ത് പറയുന്നത്, പ്ലാനറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനത്തെ സെലഷ്യൽ ബോഡീസിനെയാണ് പ്ലാനറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പം സെലഷ്യൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ഡെഫിനിറ്റ് പാത്ത് ഈസ് നോൺ ആസ് പ്ലാനറ്റ്. ഓക്കെ, ആർ നോൺ ആസ് പ്ലാനറ്റ്. അപ്പം എന്താണ്, സൂര്യനെ ചുറ്റുന്നത് അതിൻ്റേതായിട്ടുള്ള വഴിയിലൂടെ ചുറ്റുന്ന സെലഷ്യൽ ബോഡീസിന് എന്താണ്, പ്ലാനറ്റ് എന്ന് പറയും കേട്ടോ. ഇനി ഹൗ മെനി പ്ലാനറ്റ്സ് ദാറ്റ് മൂവ് അറൗണ്ട് ദ സൺ? എത്ര പ്ലാനറ്റാണ് സൂര്യനെ ചുറ്റുന്നത്? നോക്കിയേ, എത്ര പ്ലാനറ്റാണ് സൂര്യനെ ചുറ്റുന്നത്? 8 എണ്ണം ഉണ്ട് അല്ലേ. 8 എണ്ണം അല്ലേ? നോക്കൂ, 1 2 3 4 5 6 7 8 അല്ലേ. 8 പ്ലാനറ്റ് എന്താക്കുന്നുണ്ട്, ഈ സൂര്യനെ ചുറ്റുന്നുണ്ട് അല്ലേ. വിച്ച് പ്ലാനറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ടു ദ സൺ? സണ്ണിൻ്റെ ക്ലോസ് ആയി നിൽക്കുന്ന ആരാണ്? ക്ലോസ് ആയി നിൽക്കുന്നത് മെർക്കുറി അല്ലേ. ഏതാണ് സണ്ണിന് അടുത്ത് നിൽക്കുന്നത്? ഇതല്ലേ, മെർക്കുറി. ഓക്കെ, മെർക്കുറി എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, മെർക്കുറിയാണ് സണ്ണിന് അടുത്തായി നിൽക്കുന്നത് അല്ലേ. ഇനി സണ്ണിന് ദൂരെ അല്ലേ, എന്താ അടുത്ത ദിവസം നോക്കിയാൽ വിച്ച് പ്ലാനറ്റ് ആണ് ഫാർദസ്റ്റ് ഫ്രം ദ സൺ? സണ്ണിൽ നിന്ന് ദൂരായി നിൽക്കുന്ന ഏതാണ്? നെപ്റ്റ്യൂൺ ആണ് അല്ലേ. അപ്പം നെപ്റ്റ്യൂൺ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ഇതാണ് നെപ്റ്റ്യൂൺ. അപ്പം ഇതെന്താണ്, നെപ്റ്റ്യൂൺ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, എന്താണ്, ലിസ്റ്റ് ഔട്ട് ദ നെയിം ഓഫ് ദ പ്ലാനറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. അപ്പോൾ സണ്ണിൽ നിന്നുള്ള ആ അകലം വെച്ചിട്ട് ഓരോരുത്തരും പേര് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പേര് എഴുതണത്? മെർക്കുറി എഴുതുക, വീനസ് എഴുതുക, എർത്ത് എഴുതുക, മാർസ് എഴുതുക, ജൂപ്പിറ്റർ എഴുതുക, സാറ്റേൺ എഴുതുക, യുറാനസ് എഴുതുക, നെപ്റ്റ്യൂൺ എഴുതുക കേട്ടോ. ഇത് എഴുതുക, 8 എണ്ണം എഴുതുക. ഓർഡറായിട്ട് എഴുതുക. ഇനി വിച്ച് സെലഷ്യൽ ബോഡി റിവോൾവ് അറൗണ്ട് ദ സൺ? എർത്തിനെ ചുറ്റുന്ന സെലഷ്യൽ ബോഡി ഏതാണ്? എർത്തിനെ ചുറ്റുന്ന സെലഷ്യൽ ബോഡി ഏതാണ്? മൂണാണ് അല്ലേ. അപ്പം 3 ഇത് കേട്ടോ. 3 MOON. ഓക്കെ, 3 എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്, ദ സെലഷ്യൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്സ് ആർ നോൺ ആസ് സാറ്റലൈറ്റ് അല്ലേ. അപ്പോൾ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൂര്യനെ ചുറ്റുന്ന സെലഷ്യൽ ബോഡീസൊക്കെ എന്താണ്, പ്ലാനറ്റ് ആണ് അല്ലേ. അതുപോലെ പ്ലാനറ്റിന് ചുറ്റുന്ന സെലഷ്യൽ ബോഡീസ് എന്താണ്, സാറ്റലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ എർത്തിനെ ചുറ്റുന്ന സാറ്റലൈറ്റ് ഏതാ? അപ്പം മൂണാണ് കേട്ടോ. മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. ഓക്കെ, മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. അപ്പോൾ സാറ്റലൈറ്റ് പറഞ്ഞാൽ പ്ലാനറ്റിനെ ചുറ്റുന്ന സെലഷ്യൽ ബോഡീസൊക്കെ എന്താണ്, സാറ്റലൈറ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ പ്ലാനറ്റിനെ ചുറ്റുന്ന സെലഷ്യൽ ബോഡീസ് എന്താണ്, സാറ്റലൈറ്റ് എന്ന് പറയും. അപ്പം എർത്തിനെ ചുറ്റുന്ന സാറ്റലൈറ്റ് ഏതാണ്? മൂണാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ സാറ്റലൈറ്റ് ഏതാണ്? മൂൺ അല്ലേ. ഇനി നോക്കിയാൽ എന്താണ് ഇവിടെ പറയുന്നത്, സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പം സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് അല്ലേ. അതിലെന്തൊക്കെയാണ്, സണ്ണുണ്ട്, പിന്നെ പ്ലാനറ്റ് വിച്ച് റിവോൾവ് അറൗണ്ട് ദ സൺ, സണ്ണിനെ ചുറ്റുന്ന പ്ലാനറ്റുകളുണ്ട്, പിന്നെ സാറ്റലൈറ്റ് ഓഫ് ദീസ് പ്ലാനറ്റ്, ഈ പ്ലാനറ്റിൻ്റെ സാറ്റലൈറ്റുകളുണ്ട്. അതുപോലെ എന്താണ്, മെനി അതർ സെലഷ്യൽ ബോഡീസ് അല്ലേ. അപ്പോൾ അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ത്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ്, സണ്ണ്,
പിന്നെ പ്ലാനറ്റ് വിച്ച് റിവോൾവ് അറൗണ്ട് ദ സൺ, സാറ്റലൈറ്റ് ഓഫ് ദിസ് പ്ലാനറ്റ് ആസ് വെൽ ആസ് മെനി അതർ സെലഷ്യൽ ബോഡീസ് അല്ലേ. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ത്, സോളാർ സിസ്റ്റം. സൂര്യനും അതുപോലെ സൂര്യനെ ചുറ്റുന്ന പ്ലാനറ്റും ഈ പ്ലാനറ്റിനെ ചുറ്റുന്ന സാറ്റലൈറ്റും അതുപോലെ ഒരുപാട് സെലഷ്യൽ ബോഡീസും കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ത്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ലെറ്റ് us have a trip to solar system. നമുക്ക് സോളാർ സിസ്റ്റത്തിലെ ട്രിപ്പ് പോവുക. അതിന് നിങ്ങൾ സ്റ്റെല്ലേറിയം ആപ്പ് നോക്കിയിട്ട് എന്താണ് കണ്ടുപിടിക്കുക. എന്നിട്ട് മാർവൽസ് ഓഫ് ദ സ്കൈ അത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ, മൂൺ, സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് അല്ലേ. മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എർത്തിൻ്റെ സാറ്റലൈറ്റ് ആണ് അല്ലേ. മൂണ് എർത്തിന് ചുറ്റുന്നത് ആരാണ്, മൂണാണ് അല്ലേ. ഡു യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്കൈയിൽ മൂണ് രാത്രികാലങ്ങളിൽ എന്താണ് മൂണിനെ കണ്ടിട്ടുണ്ടോ? യെസ് അല്ലേ. ഡസ് ഇറ്റ് ഹാവ് ദ സെയിം ഷേപ്പ് എവറി ഡേ ഇൻ ദ സ്കൈ? ഈ ആകാശത്ത് എല്ലാ ദിവസവും ഒരേ ഷേപ്പിലാണ് നിങ്ങൾ മൂണിനെ കാണുന്നത്? അല്ല അല്ലേ. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താ കാരണം അറിയോ? നമുക്കൊരു എക്സ്പെരിമെൻറ്റ് നടത്താം അല്ലേ. മെറ്റീരിയൽസ് ആവശ്യമുള്ള എന്തൊക്കെയാണ്? ഒരു സ്ക്വയർ കാർഡ്ബോർഡ് വേണം, പിന്നെ എന്താണ് സ്ക്വയർ കാർഡ്ബോർഡ് ബോക്സ് വേണം, ഒരു ബോൾ വേണം, ലെമൺ അല്ലെങ്കിൽ പിന്നെ ടോർച്ചോ മിററോ പിന്നെ നൂല് വേണം അല്ലേ. ഇനി എന്താ പ്രൊസീജിയർ? ടേക്ക് എ സ്ക്വയർ കാർഡ്ബോർഡ് ബോക്സ്. ഇനി എന്താണ്, ഒരു സ്ക്വയർ കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 3 ഹോള് എല്ലാ ഭാഗത്തും ഉണ്ടാക്കുക. 3 ഹോള് വെക്കുക, 3 സെൻറ്റിമീറ്റർ സൈസിൽ. ഹോൾസ് ഈച്ച് ഹാവിങ് 3 സെൻറ്റിമീറ്റർ സൈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഓൾ 4 സൈഡ്സ് ഓഫ് ദ ബോക്സ്. ഓക്കെ, 3 സെൻറ്റിമീറ്റർ ഇതിൽ എന്താണ് എല്ലാ ഭാഗത്തും നിങ്ങൾ എന്താക്കുക, ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് ഹാങ് എ ബോൾ ഓർ ലെമൺ, അല്ലെങ്കിൽ ബോളോ ലെമണോ ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കുക 3 സെൻറ്റിമീറ്റർ ആയിട്ട് ബോക്സിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ കെട്ടിത്തൂക്കുക. യൂസിങ് എ ത്രെഡ്, നൂല് വെച്ചിട്ട് കെട്ടി വെക്കുക. ത്രൂ എനി വൺ ഓഫ് ദ ഹോൾസ് ഇൻ ദ ബോക്സ്, ഏതെങ്കിലും ഒരു ഹോളിലൂടെ, ബോക്സിൽ നമ്മൾ ഹോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ബോക്സിൻ്റെ ഹോൾസിലൂടെ എന്താക്കുക, ടോർച്ചിനോടോ അല്ലെങ്കിൽ മിററിനോടോ എന്താക്കുക, നിങ്ങൾ ലൈറ്റ് അടിച്ചു നോക്കുക. ഈ ബോളിലേക്ക് കെട്ടി തൂക്കിയ ബോളിലേക്ക് അല്ലെങ്കിൽ ലെമണിലേക്ക്, എന്തിനാണോ നിങ്ങൾ ബോളാണ് കെട്ടി തൂക്കിയെങ്കിൽ ബോളിലേക്ക്, ഇനി നാരങ്ങയാണ് കെട്ടി തൂക്കിയെങ്കിൽ നാരങ്ങയിലേക്ക് ടോർച്ച് അടിക്കുക അല്ലെങ്കിൽ മിറർ ഇതാക്കുക. ഒബ്സർവ് ത്രൂ ദ അതർ ഹോൾസ്, എന്നിട്ട് എന്താക്കുക, വേറെ ഹോൾസിലൂടെ നിങ്ങൾ നോക്കുക. അപ്പോൾ എന്താ കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മിറർ എന്ന് പറയുമ്പോൾ എന്താണ്, ആകാശം എന്താക്കുക, സൺലൈറ്റ് ഇതിലേക്ക് പ്രകാശിപ്പിക്കുക എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ടോർച്ച് അടിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ കാണുന്ന ഒബ്സർവേഷൻ എന്താണ്, ഹോൾ 1 എന്താ കാണുക, ഹോൾ 2 എന്താ കാണുക, ഹോൾ 3 ഹോൾ 4 കാണുന്നത് എന്താണ്, ഹോൾ 5 കാണുന്നുണ്ട്. അങ്ങനെ ഓരോ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ഇവിടെ ഒബ്സർവ് ചെയ്യുക. പിക്ചർ എങ്ങനത്താണെന്നുള്ളത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങളായിരിക്കും കംപ്ലീറ്റ് ആവുക അല്ലേ. അപ്പം ഏത് ഹോളിലൂടെയാണ് നമുക്ക് എന്താക്കുക, മൂണിനെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദോ വിച്ച് ഹോൾ കാണ്ട് യു സീ ദ മൂൺ അറ്റ് ഓൾ? നിങ്ങളെന്താണ് മൂണിനെ കാണാൻ പറ്റാത്ത ഏത് ഭാഗത്തോട്ട് നോക്കിയാലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഭാഗത്ത് നോക്കിയാലാണ് മൂണിനെ കാണാൻ പറ്റാത്തത് അല്ലേ. ഓക്കെ, ചിത്രം ഒബ്സർവ് ദ പിക്ചർ. ഇതാണ് എർത്ത് അല്ലേ, ഇതാണ് മൂണ്. കണ്ടോ, മൂണ് ഇങ്ങനെ കറങ്ങുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ സൺലൈറ്റ് ഉണ്ടെങ്കിൽ, ഇവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്താണ്, ഈ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഇതിനെ കാണാൻ കഴിയില്ല അല്ലേ. ഇരുട്ടായിട്ട് ഈ ഭാഗം എന്താണ്, ഇരുട്ടായിട്ടാണ് കാണുക. പിന്നെ ഇത് മേലോട്ട് പോകുമ്പോൾ എന്തായി, ഈ കുറച്ച് ഭാഗം കാണും, പിന്നെ എത്ര കാണും, പിന്നെ എത്ര കാണും, പിന്നെ ഫുള്ള് കാണും അല്ലേ. പിന്നെ ഇതേക്കും, പിന്നെ ഇതേക്കും, പിന്നെ ഇതേക്കും അല്ലേ, പിന്നെ ഇതിനെ കാണില്ല. ഇതാണ് ഇത് മൂണ് സണ്ണിനെ എർത്തിനെ കറങ്ങുന്നത് അല്ലേ. ഓക്കെ, നോക്കിയേ, ദ ഫുൾ മൂൺ ഈസ് ദ ഡേ ഇൻ വിച്ച് ദ എൻറ്റയർ ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഈസ് വിസിബിൾ ഫ്രം ദ എർത്ത്. എന്താ അവിടെ പറയുന്നത്, ഭൂമിയിൽ നിന്ന് നോക്കിയാൽ മൂണിൻ്റെ ഫുൾ പ്രകാശമായിട്ടുള്ള രൂപം കാണുന്നതാണ് എന്ത്, ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഈ ഭാഗം അല്ലേ, ഈ ദിവസമാണിത് ഫുൾ മൂൺ ഡേ ആയിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. ഓക്കെ, ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമ്മൾ പ്രകാശമായിട്ടുള്ള ഫുൾ ഭാഗം നമുക്ക് ഭൂമിക്ക് കാണാൻ കഴിയുന്ന ആ ദിവസമാണെന്ത്, ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. ലെറ്റ് us examine the position of the earth sun, the earth and the moon on a full moon day അല്ലേ. നമുക്ക് എന്താക്കുക, സണ്ണിൻ്റെയും എർത്തിൻ്റെയും മൂണിൻ്റെയും പൊസിഷൻ എവിടെയാണെന്ന് നോക്കുക, ഫുൾ മൂൺ ഡേൻ്റെ അന്ന്. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ നോക്കിയേ, ഇവിടെ സണ്ണാണല്ലേ, സണ്ണിൻ്റെ ലൈറ്റ് എവിടെ തട്ടുന്നത്, മൂണിൻ്റെ ഇവിടെ അല്ലേ. അപ്പോൾ എന്താണ്, എർത്ത് ഇത് അല്ലേ. അപ്പം ഈ സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിൽ എർത്ത് വരും. ഓക്കെ, അതാണ് എന്ത്, ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ മൂൺ ഡേ സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിലാണ് എർത്ത് വരുന്നത്. അതിനെ നമ്മൾ ഫുൾ മൂൺ ഡേ അല്ലേ. ഓക്കെ, വെൻ ദ എർത്ത് ഈസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ, ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഈസ് ഫേസിങ് ദ എർത്ത് അല്ലേ. അപ്പോൾ എന്താണ്, എർത്ത്
സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിൽ വരുമ്പോൾ ആ മൂണിൻ്റെ ആ പ്രകാശമായുള്ള ഭാഗം എർത്തിൻ്റെ ഫേസിൽ എർത്തിന് കാണാൻ പറ്റും അല്ലേ. അതാണ് എന്ത് പറയുന്നത്, ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിലാണ് എർത്ത്, അതാണ് എന്ത് പറയുന്നത്, ഫുൾ മൂൺ ഡേ. ഓക്കെ, ഇനി അടുത്ത ചിത്രം നോക്കിയത് സണ്ണ്, ഇനി എർത്ത് അല്ലേ. അപ്പോൾ സണ്ണിൻ്റെയും എർത്തിൻ്റെയും ഇടയിലാണ് മൂണ്. നേരത്തെ എന്താ പറഞ്ഞത്, സണ്ണിൻ്റെയും മൂണിൻ്റെ ഇടയിൽ എർത്ത്, നടുക്ക എർത്ത് വന്നു അല്ലേ. ഇവിടെയോ എർത്ത് പുറത്തായി അല്ലേ, നടുക്ക് പാരാ മൂണാ വന്നു അല്ലേ. അപ്പോൾ സണ്ണിൻ്റെയും എർത്തിൻ്റെയും ഇടയിൽ മൂണ് വരുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ വെൻ ദ മൂൺ ഈസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത്, ദ നോൺ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഫേസിങ് ദ എർത്ത് അപ്പിയേഴ്സ് ഡാർക്ക് അല്ലേ. അപ്പോൾ എർത്തിൻ്റെയും സണ്ണിൻ്റെ ഇടയിൽ മൂണ് വരുമ്പോൾ എന്താണ്, ഈ സണ്ണിൻ്റെ വെളിച്ചം ഈ മൂണിൻ്റെ ഈ ഭാഗം തട്ടും അല്ലേ. ഇവിടെ എന്താണ്, ഇരുട്ടായിരിക്കും അല്ലേ. ഈ ഇരുട്ട് ഭാഗമാണ് എർത്തിന് കാണാൻ കഴിയുക അല്ലേ. അപ്പോൾ ഡാർക്ക് ഫേസ് ആണ് എന്താക്കുന്നത്, എർത്തിൻ്റെ നേരെ വരുന്നത്. ഇതിനെ പറയുന്നത് എന്താണ്, ന്യൂ മൂൺ ഡേ കേട്ടോ. നോക്കൂ, ഇലുമിനേറ്റഡ് പാർട്ട് സണ്ണിന് ഫേസ് ആയിട്ട് വരും, അതിൻ്റെ ഡാർക്ക് ഭാഗം എർത്തിന് ഫേസ് ആയിട്ടും വരുന്നു. ഇത് എന്താണ്, ന്യൂ മൂൺ ഡേ അല്ലേ. ദ ഡേ ഇൻ വിച്ച് ദ മൂൺ ഈസ് നോട്ട് അറ്റ് ഓൾ വിസിബിൾ ടു അസ് ഈസ് കോൾഡ് ന്യൂ മൂൺ ഡേ. നമ്മൾ മൂണിനെ അവിടെ കാണാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഏത് ദിവസമാണ് നമുക്ക് മൂണിനെ കാണാൻ പറ്റാത്ത ആ ദിവസമായിരിക്കും ഇത്, ന്യൂ മൂൺ ഡേ. ഓക്കെ, അതാ ന്യൂ മൂൺ ഡേ. ഓക്കെ, ന്യൂ മൂൺ ഡേ നമുക്ക് എർത്തിനെ അല്ല മൂണിനെ കാണാൻ പറ്റില്ല. മൂണിനെ കാണാൻ പറ്റാത്ത ദിവസമാണെന്ത്, ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ ഫുൾ മൂൺ ആൻഡ് ദ ന്യൂ മൂൺ ആൻഡ് റൈറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, ഫുൾ മൂണിൻ്റെയും ന്യൂ മൂണും നമുക്ക് കാണാൻ പറ്റാത്ത കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ കാണാൻ പറ്റുന്നത് എന്താണ്, സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിൽ എർത്ത് വന്നാൽ നമുക്ക് കാണാൻ പറ്റും, അതെന്താണ്, അത് ഫുൾ മൂൺ ഡേ ആണ്. കാണാൻ പറ്റാത്തത് എന്താണ്, സണ്ണിൻ്റെയും എർത്തിൻ്റെ ഇടയിൽ മൂണ് വരുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഈ മൂണിനെ ഡാർക്ക് ഭാഗമാണ് കാണുന്നത് അല്ലേ, അത് എന്താണ്, ന്യൂ മൂൺ ഡേ ആണ് അല്ലേ. മനസ്സിലായല്ലോ, അന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഒബ്സർവ് ദ മൂൺ ഫ്രം ന്യൂ മൂൺ ടു ഫുൾ മൂൺ. നിങ്ങൾ എന്താക്കുക, പുതിയ മൂൺ മുതൽ അതായത് ന്യൂ മൂൺ ഡേയും ഫുൾ മൂൺ ഡേയും നിങ്ങൾ പഠിച്ചു അല്ലേ. ആ ദിവസം മുതൽ ഈ ദിവസം വരെ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ മൂണിനെ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, ഈ ഒരേ സമയത്ത് എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ നിങ്ങൾ എന്താക്കണം, മൂണിനെ നോക്കണം അല്ലേ. എന്നിട്ട് എന്താക്കുക, ആ ഷേപ്പ് മൂണിനെ നിങ്ങൾ കാണുന്ന ഷേപ്പ് എന്താണോ അത് ഓരോ രാത്രിയിൽ നിങ്ങൾ കാണുന്ന ഷേപ്പ് നിങ്ങൾ എന്താക്കുക, അത് ഇവിടെ വരയ്ക്കാൻ അറിയുന്നത് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ എന്താണ്, നിങ്ങൾ നോക്കുന്ന സമയം ഇവിടെ എഴുതുക, ഈ മൂണിൻ്റെ ഷേപ്പ് എന്താണ് അതും ഇവിടെ എഴുതുക. ഫോർത്ത് ഡേയിൽ ടൈം എപ്പോഴാണ്, ആ സമയത്ത് തന്നെ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ എഴുതുക. ഈ ഷേപ്പ് മൂന്ന് ഏത് ഷേപ്പിലാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളത്. അങ്ങനെ 7th ഡേ 10th ഡേ അങ്ങനെ 13th വരെ നിങ്ങൾ നോക്കുക ഏത് ഷേപ്പാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്താക്കുക, വരയ്ക്കാനും ആ ഷേപ്പ് മൂണിൻ്റെ ഷേപ്പും വരയ്ക്കണം, നിങ്ങൾ നോക്കുന്ന സമയം ഇവിടെ എഴുതണം. ഓക്കെ, ദെൻ യു ക്യാൻ ഒബ്സർവ് ദ മൂൺ യൂസിങ് സ്റ്റെല്ലേറിയം ആപ്പ് ഓൾസോ. നിങ്ങൾക്ക് സ്റ്റെല്ലേറിയം ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, മൂണിനെ കാണാൻ പറ്റും കേട്ടോ. ഇട്ട് ദ മൂൺ, ഈ മൂണിലേക്ക് ഇത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.